رمضان الخير مستبقا. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برضا الله. ബഹുമാനമുള്ളവരെ, ഇന്ന് ഷാബാൻ 6 സ്വലാത്ത് എപ്പിസോഡ് 6. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ പറ്റിയ നല്ല മുന്തിയ 2 സ്വലാത്തുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നൽകി. ഇന്ന് ഒന്നുകൂടെ വളരെ മധുരമുള്ള സ്വലാത്തായതുകൊണ്ടാണ് വീണ്ടും സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന ലക്ഷ്യത്തിലുള്ള സ്വലാത്ത് നിങ്ങൾക്ക് നൽകുന്നത്. ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ലക്ഷ്യത്തിന് വേണ്ടി പറയപ്പെടുന്ന സ്വലാത്ത് അതേ ലക്ഷ്യം മാത്രമല്ല അതുകൊണ്ട് നേടുക. നമ്മുടെ ഈ ക്ലിപ്പിൻ്റെ പരിമിതി ചെറിയ ചെറിയ ക്ലിപ്പുകളായിട്ടാണ് നമ്മൾ വിടുന്നത്, കൂടുതൽ സമയമുണ്ടായി പോകരുതെന്ന് കരുതിയിട്ട്. അപ്പം അതുകൊണ്ട് കൂടുതൽ വിശദമായി പരത്തി പറയുന്നില്ല. ഒരു സ്വലാത്തിൻ്റെ മുഖ്യ ലക്ഷ്യം മാത്രമാണ് നമ്മളിവിടെ പറയുന്നത്. അതിൻ്റെ പിന്നിൽ ഒരുപാട് ലക്ഷ്യങ്ങൾ വേറെയുമുണ്ട്. മഹാന്മാർ പലതും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. വളരെ ഹ്രസ്വമായ നിലയ്ക്ക് മാത്രമാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ വേണ്ടി മഹാന്മാരായ ആരിഫീങ്ങളൊക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു സ്വലാത്താണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. മഹാനായ അലി ഇബ്നു മുഹമ്മദുൽ ഹബശി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒരു സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി മിഫ്താഹി ബാബി റഹ്മത്തില്ലാഹ് അദദ മാ ഫി ഇൽമില്ലാഹ് സ്വലാത്തൻ വസലാമൻ ദായിമൈനി ബിദവാമി മുൽക്കില്ലാഹ്. ഈ ഒരു സ്വലാത്ത് അത് ബഹുമാനപ്പെട്ട സൈനബിന് സുമീത്ത് എന്ന മഹാനവറുകൾ, നമ്മുടെ മദീനയിലുള്ള യമനി സാദാത്യങ്ങളിൽപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം ഉണ്ടാക്കിയ നുജൂമു സാഹിറയിൽ അത് ഞാനിപ്പോൾ ചെല്ലിയ രൂപത്തിലാണ് പറയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ആല് അസ്ഹാബിനെ കൂട്ടി കുറച്ചുകൂടെ മധുരതരമായി ബഹുമാനപ്പെട്ട നമ്മുടെ ഹബീബ് ഉമർ കോത്തനക്കിയിട്ടുള്ള ഖുലാസത്തുൽ മദദിൽ കാണാൻ കഴിയുന്നുണ്ട്. അതുകൂടെ ഞാൻ ചെല്ലാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ മിഫ്താഹി ബാബി റഹ്മത്തില്ലാഹ് അദദ മാ ഫി ഇൽമില്ലാഹ് സ്വലാത്തൻ വസലാമൻ ദായിമൈനി ബിദവാമി മുൽക്കില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അദദ കുല്ലി ദർറത്തിൻ അൽഫ മറ. ഈ സീഗയാണ് കുറച്ചുകൂടെ ബെറ്റർ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ടെസ്റ്റായി ഇത് നൽകും. അപ്പോൾ നൽകുമ്പോൾ നിങ്ങൾ ഈ സീഗ മനഃപ്പാടമാക്കി വെക്കണം. ഇത് ഒരു ദിവസം പരമാവധി ചെല്ലിയാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കാണുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും. ഇന്നഹ മുജറബത്തുല്ലി റുയാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കാണാൻ പ്രാക്ടിക്കലായിട്ട് അറിയപ്പെട്ട ഒരു കാര്യവും കൂടിയാണ്. ജറബഹ ജമാഅത്തുന ഫറഅഹു. ധാരാളം പണ്ഡിതന്മാർ ഈ സ്വലാത്ത് ചൊല്ലി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഫൽയഖ്റഇൽ ഇൻസാനു കുല്ല യൗമിൻ മാ തയസ്സറ മിൻ ഗൈരി അദദിൻ മഹ്സൂർ. മനുഷ്യന്മാർ, വിശ്വാസികൾ ഒരു നിശ്ചിത എണ്ണം കണക്കാക്കാതെ ധാരാളം തവണ ഓരോ ദിവസവും ഇത് ചൊല്ലിക്കൊണ്ടിരിക്കട്ടെ എന്നാണ് മഹാന്മാർ ഉപദേശിക്കുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഹബീബ് ഉമർ കുറച്ചുകൂടെ ഭംഗിയായി അതിൻ്റെ ആല് സ്വഹബിനെ കൂടെ കൂട്ടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് ആ ഒരു രൂപം നമ്മൾ ഉപയോഗപ്പെടുത്തുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ മിഫ്താഹി ബാബി റഹ്മത്തില്ലാഹ് അദദ മാ ഫി ഇൽമില്ലാഹി സ്വലാത്തൻ വസലാമൻ ദായിമൈനി ബിദവാമി മുൽക്കില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അദദ കുല്ലി ദർറത്തിൻ അൽഫ മറ. ഇതൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. സാധാരണ യമനിലൊക്കെ വിർദുൽ ലത്തീഫിൻ്റെ സമാപനമായി ഉപയോഗിക്കുന്ന സ്വലാത്ത് ഈ സ്വലാത്താണ്. നമ്മൾ ആ ഒരു പതിവനുസരിച്ചാണ് നമ്മുടെ മാഴിദീനിലും മറ്റുമൊക്കെ നമ്മൾ വിർദുൽ ലത്തീഫ് ചെല്ലുന്ന അവസാന സമയത്ത് ഈ സ്വലാത്ത് കേൾക്കാൻ കഴിയും. അതിൻ്റെ അർത്ഥം വേണമെങ്കിൽ ഒന്ന് അർത്ഥബോധമുണ്ടാകാൻ വേണ്ടി ഞാൻ വളരെ പെട്ടെന്ന് വെച്ച് തീർക്കാം. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ സയ്യിദിനാ മുഹമ്മദിൻ. അർത്ഥം അറിയാമല്ലോ, പടച്ചവനെ മുത്തുനബിയുടെ മേലിൽ സ്വലാത്തും സലാമും നീ ചെരിയണം. മിഫ്താഹി ബാബി റഹ്മത്തില്ല, അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ താക്കോലായ അദദ മാ ഫി ഇൽമില്ല. എത്ര എണ്ണമാണ് സ്വലാത്ത്? അള്ളാഹുവിൻ്റെ അറിവിലുള്ള എണ്ണം, വസ്തുക്കളുടെ എണ്ണം എത്രയാണോ അത്രയും എണ്ണം. അതായത് കണക്കില്ലാത്ത സ്വലാത്തും സലാമും മുത്തുനബിക്ക് മേൽ നീ വർഷിപ്പിക്കണം പടച്ചവനെ.
സ്വലാത്തം വസലാമൻ ദായിമൈനി ബി ദവാമി മുൽക്കില്ല. അള്ളാഹുവിൻ്റെ അധികാരം എത്ര കാലമെല്ലാം ഉണ്ടാകുമോ ആ കാലത്തെല്ലാം സ്ഥിരമായി നിൽക്കുന്ന സ്വലാത്ത് നീ ചെയ്യണം, അങ്ങനെയുള്ള സലാം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് വാല ആലിഹി വസ്വഹബിഹി അതത് കുല്ലി ദർറത്തിൻ അൽഫമറ, അവിടുത്തെ കുടുംബത്തിൻ്റെ മേലിലും അനുയായികളുടെ മേലിലും അതത് കുല്ലി ദർറത്തിൻ അൽഫമറ, ഓരോ അണുവിൻ്റെയും എണ്ണമനുസരിച്ച് 1000, അത്രയും, അതായത് കണക്കില്ലാത്ത സ്വലാത്തുകൾ മുത്തുനബിയുടെ മേലിൽ ചൊല്ലിക്കൊണ്ടിരിക്കണം, ചെയ്തുകൊണ്ടിരിക്കണം എന്ന് അള്ളാഹുവിനോട് പറയുന്ന ഏറ്റവും മനോഹരമായ സ്വലാത്താണ് ഇത്. ഞാൻ അർത്ഥം പറയുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കാണാൻ വേണ്ടിയുള്ള സ്വലാത്താകുമ്പോൾ മുത്തുനബിയുടെ ആ വർണ്ണനകളും മറ്റുമൊക്കെ മനസ്സിൽ കരുതിക്കൊണ്ട് വേണം നമ്മൾ ചെല്ലാൻ. അത് ഓരോ സ്വലാത്തിൻ്റെയും ഫായിദ ശരിയായി കിട്ടാൻ നമുക്കത് ആവശ്യമാണ്. അല്ലാഹു തആല നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തൽക്കാലം ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർശിക്കാൻ സ്വപ്നത്തിൽ കാണാൻ പറ്റിയ സ്വലാത്തുകൾ തൽക്കാലം 3 ദിവസങ്ങളിലായി നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റ് ചില സ്വലാത്തുകളെക്കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ അങ്ങനെ നൽകിയതിന് ശേഷം പിന്നീട് നമുക്ക് സൗകര്യമുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ പറ്റിയ ഇനിയും ഒരുപാട് സ്വലാത്തുകളുണ്ട്, അത് പിന്നീട് നമുക്ക് പരിചയപ്പെടുത്താം. നാളെ മുതൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റ് ചില സ്വലാത്തുകളിലൂടെ സഞ്ചരിക്കണം. അല്ലാഹു തആല നമ്മളെ സഹായിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.